ആണവ പരിപാടിയെക്കുറിച്ച് നടക്കുന്ന അമേരിക്കയുമായുള്ള ചർച്ചകൾ തകർക്കാനും പുതിയ യുദ്ധാവസ്ഥ സൃഷ്ടിച്ച് മേഖലയെ അസ്ഥിരമാക്കാനുമാണ് ഇസ്രായേൽ ശ്രമിക്കുന്നത് എന്ന് ഇറാന്റെ സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൌൺസിൽ സെക്രട്ടറി അലി ലാരാജിനി ആരോപിച്ചു. ഖത്തറിലെ ദോഹ സന്ദർശനത്തിനിടെ അൽ ജസീറയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് ലാരിജാനി ഇക്കാര്യം വ്യക്തമാക്കിയത്. ബുധനാഴ്ച ഖത്തറിലെ ഉന്നത ഉദ്യോഗസ്ഥരുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. അമേരിക്കയുമായി മാത്രമാണ് ഇറാൻ ചർച്ച നടത്തുന്നത് എന്നും ഇസ്രയേലുമായി യാതൊരു തരത്തിലുള്ള ചർച്ചയും നടക്കുന്നില്ല എന്നും ലാരിജാനി പറഞ്ഞു. തങ്ങളുടെ ചർച്ചകൾ അമേരിക്കയോടാണ്. ഇസ്രയേലുമായി തങ്ങൾ യാതൊരു ചർച്ചയും ഏർപ്പെട്ടിട്ടില്ല. എന്നാൽ ഈ പ്രക്രിയയിൽ ഇസ്രയേൽ സ്വയം ഇടപെട്ട് ചർച്ചകൾ തകർക്കാൻ ശ്രമിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. പുതുക്കിയ ചർച്ചകൾ നിർണായക ഘട്ടത്തിലെത്തിയിരിക്കുന്ന സമയത്ത് അവയെ തകർക്കാനായി ഇസ്രയേൽ വ്യാജ കാരണങ്ങൾ സൃഷ്ടിക്കുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു. മേഖലയെ അസ്ഥിരമാക്കുകയാണ് ഇസ്രയേലിന്റെ തന്ത്രമെന്നും ഇറാനെക്കുറിച്ചുള്ള അവരുടെ ആരോപിത ആശങ്കകൾക്കപ്പുറമാണ് അവരുടെ യഥാർത്ഥ അജണ്ടയെന്നും ലാരിജാനി കൂട്ടിച്ചേർത്തു. സെപ്റ്റംബറിൽ ഖത്തറിന്റെ തലസ്ഥാനത്ത് ഹമാസ് ഉദ്യോഗസ്ഥരെ ലക്ഷ്യമിട്ട് നടത്തിയ ആക്രമണം ഇതിന് തെളിവാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഇറാനെ മാത്രമല്ല, ഖത്തർ, സൗദി അറേബ്യ, തുർക്കിയെ പോലും അവർ ഒരു ചൂതാട്ടത്തിൽ ലക്ഷ്യം വെക്കുന്നുണ്ടെന്നും ലാരിജാനി പറഞ്ഞു. മേഖലയിലെ നേതാക്കൾ ഇതിനെക്കുറിച്ച് ജാഗ്രത പുലർത്തണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു. മേഖലയെ അസ്ഥിരപ്പെടുത്താനാണ് ഇസ്രയേലിന്റെ ശ്രമങ്ങൾ. അതിന്റെ ഭാഗമായാണ് ഖത്തർ തലസ്ഥാനത്ത് ആക്രമണം നടത്തി ഹമാസ് ഉദ്യോഗസ്ഥരെ കൊലപ്പെടുത്തിയത് എന്നും ഇറാൻ സുരക്ഷാ ഉദ്യോഗസ്ഥൻ ആരോപിച്ചു. നേരത്തെ ഇറാനും യുഎസും തമ്മിൽ ഫലപ്രദമായ ചർച്ച തുടരുന്നതിനിടെയാണ് ഇത് അട്ടിമറിക്കുകയെന്ന ഉദ്ദേശത്തോടെ ജൂണിൽ ഇസ്രയേൽ ഇറാനെ ആക്രമിച്ചത് എന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. കഴിഞ്ഞ വെള്ളിയാഴ്ച ആണവ തർക്കത്തിന് പരിഹാരം കാണുകയെന്ന ലക്ഷ്യത്തോടെ ഇറാനും യുഎസും ഒമാനിലെ മസ്കറ്റിൽ വെച്ച് ചർച്ചകൾ നടത്തിയിരുന്നു. അതേസമയം ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഏത് പരിശോധനയ്ക്കും ഇറാൻ തയ്യാറാണെന്നും എന്നാൽ യുഎസ് ഉന്നയിക്കുന്ന ആവശ്യങ്ങളെല്ലാം അംഗീകരിക്കില്ലെന്നും കഴിഞ്ഞ ദിവസം ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ പറഞ്ഞിരുന്നു. ആണവ പദ്ധതിയെക്കുറിച്ച് ചർച്ച ചെയ്യാൻ തയ്യാറാണ്. ആണവായുധങ്ങൾ രാജ്യം നിർമ്മിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഏതു തരത്തിലുള്ള പരിശോധനയ്ക്കും തയ്യാറാണെന്നും എന്നാൽ ആക്രമണത്തിന് മുന്നിൽ ഇറാൻ മുട്ടുമടക്കില്ല എന്നും പക്ഷേ മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനായി അയൽ രാജ്യങ്ങളുമായും സഖ്യരാഷ്ട്രങ്ങളുമായി ചർച്ചകൾ തുടരുകയാണെന്നും പെസഷ്കിയാൻ അറിയിച്ചിരുന്നു. ഇറാന്റെ ഇസ്ലാമിക വിപ്ലവത്തിന്റെ 47ാം വാർഷികത്തിൽ ടെഹ്റാനിലെ ആസാദി സ്ക്വയറിൽ രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു ഇറാൻ പ്രസിഡന്റ്. നേരത്തെ ഇറാനുമായുള്ള ചർച്ചകൾ പരാജയപ്പെട്ട സൈനിക നടപടിക്ക് തയ്യാറെടുക്കുമെന്നും ഇതിനായി മിഡിൽ ഈസ്റ്റിലേക്ക് രണ്ടാമത്തെ വിമാനവാഹിനി കപ്പലിനെ അയക്കുമെന്നും യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരുന്നു. അതിനിടെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു. ബുധനാഴ്ച വൈറ്റ് ഹൌസിലാണ് ഇരുവരും കൂടിക്കാഴ്ച നടത്തിയത്. ഇറാന്റെ ആണവ പ്രവർത്തനങ്ങൾ പരിമിതപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുന്നതിനിടയിലാണ് ഇരുവരും വൈറ്റ് ഹൌസിൽ കൂടിക്കാഴ്ച നടത്തിയത്. മാത്രമല്ല, ഗാസയിലെ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട വിഷയവും ചർച്ചയായി. ഗാസയിൽ പുനർനിർമ്മാണം തുടങ്ങുന്നതിന് മുമ്പ് ഹമാസ് ആയുധം താഴെ വെക്കണമെന്ന് നെതന്യാഹു പറഞ്ഞു. ഒക്ടോബറിൽ നടപ്പാക്കിയ വെടിനിർത്തൽ കരാറിന്റെ ആദ്യഘട്ടം പൂർത്തിയായിരുന്നു. വെസ്റ്റ് ബാങ്കിന് മേൽ ഇസ്രായേൽ നിയന്ത്രണം കടുപ്പിക്കുകയുമാണ്. ഈ സാഹചര്യത്തിലാണ് നെതന്യാഹുവിന്റെ സന്ദർശനം. ട്രംപ് വീണ്ടും അധികാരത്തിലെത്തിയതിനു ശേഷം നെതന്യാഹുവിന്റെ 6ാമത്തെ യുഎസ് സന്ദർശനമാണിത്. കൂടിക്കാഴ്ച നടത്തിയതായി ട്രംപ് സാമൂഹിക മാധ്യമമായ ട്രൂത്തിൽ സ്ഥിരീകരിച്ചു. 3 മണിക്കൂറോളമാണ് കൂടിക്കാഴ്ച നീണ്ടത്. ഇറാനുമായുള്ള ആണവ ചർച്ചകൾ തുടരണമെന്ന് നെതന്യാഹുവിനോട് പറഞ്ഞതായി ട്രംപ് കുറിച്ചു. ഇസ്രായേലിന് നേരെ ഇറാൻ ആക്രമണം നടത്തുന്ന പക്ഷം മുൻപുണ്ടായിട്ടില്ലാത്ത വിധത്തിലുള്ള തിരിച്ചടി നേരിടേണ്ടി വരുമെന്ന് നെതന്യാഹു അടുത്തിടെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇറാന്റെ ഭാഗത്ത് നിന്ന് അത്തരമൊരു വീഴ്ചയുണ്ടാക്കുകയാണെങ്കിൽ ഇറാൻ ഇതുവരെ നേരിടാത്ത സൈനിക നടപടിയിലേക്ക് ഇസ്രായേൽ നീങ്ങുമെന്നും നെതന്യാഹു പാർലമെന്റ് യോഗത്തിൽ പറഞ്ഞതായി ചൈനീസ് മാധ്യമവും റിപ്പോർട്ട് ചെയ്തു. ഇറാനുമായുള്ള വർദ്ധിച്ചു വരുന്ന സംഘർഷങ്ങൾക്കിടെ യുഎസ് വിമാനവാഹിനി കപ്പലുകൾ പശ്ചിമേഷ്യൻ ഭാഗത്തേക്ക് നീക്കുന്നതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ഇതിനു പിന്നാലെയാണ് നെതന്യാഹുവിന്റെ പ്രസ്താവന. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.